പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചതായും പൗരസ്ത്യ റോമാ സാമ്രാജ്യം, പശ്ചിമ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി, രണ്ട് സാമ്രാജ്യങ്ങളായി മാറിയതായി നാം ചർച്ച ചെയ്തു. വിശുദ്ധ റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് ഈ ഒരു പാഠഭാഗത്തിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അഥവാ പശ്ചിമ റോമാ സാമ്രാജ്യത്തെയാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ചരിത്രകാരന്മാർ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ വിളിക്കുന്നത് പശ്ചിമ റോമാ സാമ്രാജ്യത്തെയാണ്. റോം കേന്ദ്രമായി അല്ലെങ്കിൽ റോം തലസ്ഥാന നഗരിയായി രൂപം കൊണ്ട സാമ്രാജ്യമാണ് പശ്ചിമ റോമാ സാമ്രാജ്യം. ഇതിൻ്റെ രൂപീകരണത്തോടു കൂടെ തന്നെ ജർമ്മൻകാരായിട്ടുള്ള ധാരാളം ഗോത്രവർഗക്കാർ നിരന്തരമായിട്ട് ഈ വിശുദ്ധ റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവരിൽ അധികം ആളുകളും നാടോടികളായിരുന്നു. അവസാനം ഈ ജർമ്മൻ ഗോത്രക്കാരിൽപ്പെട്ട ഫ്രാങ്കുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പൂർണ്ണമായിട്ട് കീഴടക്കുകയും അന്നു മുതൽ ഈ ഒരു സാമ്രാജ്യം ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമായിട്ട് പിന്നീട് ഇത് മാറുകയും ഇതിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. അടുത്തത്, ഈ ഒരു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഷാലമീൻ എന്ന പേരിൽ അറിയപ്പെട്ട കരോലിഞ്ചിയൻ കുടുംബക്കാരനായിട്ടുള്ള, കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീനായിരുന്നു പശ്ചിമ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തി. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തേക്കാൾ വളരെയധികം വിസ്തൃതമായ വളരെ വലിയൊരു സാമ്രാജ്യമായിരുന്നു പശ്ചിമ റോമാ സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തേക്കാൾ വളരെ വിസ്തൃതമായിരുന്നു, അല്ലെങ്കിൽ വളരെ വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ഷാലമീൻ്റെ പശ്ചിമ റോമാ സാമ്രാജ്യം. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ഒരു സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ പേരിലാണ് ഈ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത്? അന്നുണ്ടായിരുന്ന കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലൊംബാർഡുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം ആക്രമിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ സ്ഥിരമായി ശല്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പോപ്പ് ലിയോ മൂന്നാമനെ സഹായിച്ചത് ഷാലമീനായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാലമീൻ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ പോപ്പ് ലിയോ മൂന്നാമൻ വിശുദ്ധ റോമ ചക്രവർത്തി എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു കിരീടം അണിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തന്നെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെടാൻ തുടങ്ങി.